വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. മീഡിയം വലുപ്പത്തിലുള്ള 2 ബീട്രൂട്ട്. അപ്പോൾ അതിനൊരു 250 ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഈ ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ബീട്രൂട്ട് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് വരുന്നവരെ നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഈ ബീട്രൂട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ 2 പച്ചമുളക് ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കരുത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പച്ചടി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ ബീട്രൂട്ട് വേവിച്ച വെള്ളം അതിൽ കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമുക്ക് തിക്കായിട്ടുള്ള പച്ചടിയാണ് വേണ്ടത്. തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഈ തേങ്ങ ഒന്ന് വെന്ത് വരുന്നവരെ, അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് അതിനൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ്. അപ്പോൾ അതൊരു ഫോർക്ക് കൊണ്ടോ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് ഈ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരുപാട് നേരം തിളപ്പിക്കരുത്. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സദ്യയ്ക്ക് വിളമ്പാൻ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.